വെക്കുക. അടുത്തത് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ദിസ് ലെവൽ ഈസ് ആൾസോ നോൺ ആസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പിന്നെ വേറെ 2 പേരുകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയൂ? സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്, അതുപോലെ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ 2 സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് അതുപോലെ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്, ഇത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പറയുന്ന പേരാണ്. അവർ സൂപ്പർവൈസറാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നവരാരൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ആരാണ് വരുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് മാനേജർ, സ്റ്റോഴ്സ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പിന്നെ ഫിനാൻസ് മാനേജർ, ഇതൊക്കെ ഇതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പറയുന്നത്. എന്നാൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആരാണ്? ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ്, അതുപോലെ സെയിൽസ് ഓഫീസേഴ്സ്, ഇതൊക്കെയാണ് ഈ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് അറിയുന്നത്. ഫോർമാൻ അത് ഫാക്ടറിക്കുള്ളിൽ, മാനുഫാക്ചറിങ് കമ്പനിക്കുള്ളിലുള്ളവരാണിത്. ഉള്ളിലുള്ള ആ കാർ മാനുഫാക്ചറിങ് യൂണിറ്റാണെങ്കിൽ അതിൻ്റെ അസംബ്ലിങ് യൂണിറ്റോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിലോ ഒക്കെ ഉള്ള ആളാണ് എന്ത് ഫോർമാൻ എന്ന് പറയുന്നത്. അവിടെയുള്ള പിന്നെ ലേബേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫോർമാനാണ്. സൂപ്പർവൈസറും അതുപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ട്സിൽ ബിരുദെടുത്ത അല്ലെങ്കിൽ മാസ്റ്റർ ബിരുദം അല്ലെങ്കിൽ CA ചാർട്ടേഡ് അക്കൗണ്ടൊക്കെ ആയ ആളുകളാണ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് വരിക ഒരു ബിസിനസ് സ്ഥാപനത്തിൽ. അപ്പോൾ അവർക്ക് കീഴിൽ പിന്നെ ക്ലർക്കുമാരുണ്ടാവും, സെയിൽസ് ഓഫീസേഴ്സ്, അവരുടെ കീഴിൽ സെയിൽസ്മാൻ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ലോവർ ലെവൽ സൂപ്പർവൈസറി ലെവലിലുള്ള മാനേജേഴ്സാണ്, അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജേഴ്സ് എന്ന് പറയും. ഓപ്പറേഷൻ എന്ന് പറയാൻ കാരണം ഇവരാണ് പ്രവർത്തിക്കുന്നത്, സ്ഥാപനത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നവരാണിത്. ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള ഗമനം, ബിസിനസ് പ്രവർത്തനങ്ങൾ നയിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇവരാണ് ശരിക്കും ബിസിനസ്സിൻ്റെ കോർ നിൽക്കുന്ന ആളുകൾ. ഇവരാണ് ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവരെ ഓപ്പറേഷണൽ മാനേജേഴ്സ് എന്ന് പറയും, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്താണ്? നമുക്ക് ആ ചിത്രം നേരത്തെ പറഞ്ഞ പോലെ ആ പിരമിഡ് ഇത് നോക്കിയിട്ട് പറയാൻ പറ്റും. എന്താ ഇവരെന്ത് ചെയ്യുന്നു? ഇവരുടെ കീഴിൽ ഇനി തൊഴിലാളികളാണല്ലേ, ലേബറേഴ്സ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് കീഴിൽ ഇനി ലേബറേഴ്സാണ്. ഈ ലേബറേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തൊട്ട് മുകളിലുള്ള മിഡിൽ ലെവൽ മാനേജേഴ്സിന് കൈമാറലാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പോൾ അവർ ഈ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. ഇനി ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, പ്ലാനിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ദൈനംദിന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, ആസൂത്രണം ചെയ്യേണ്ട ആരാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. പിന്നീട് അസൈൻ ജോബ്സ് ആൻഡ് ടാസ്ക് ടു വർക്കേഴ്സ്, തൊഴിലാളികൾക്ക് ജോലി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ലോവർ ലെവൽ മാനേജേഴ്സാണ്. പിന്നെ റിപ്പോർട്ടിംഗ് ഫീഡ്ബാക്ക് ടു ഹയർ ലെവൽ, മേലേ തട്ടിലേക്ക് ഫീഡ്ബാക്ക്, ഓരോ ദിവസത്തെ ഫീഡ്ബാക്കും മേലേ തട്ടിലേക്ക് കൊടുക്കണം. പ്രവർത്തനങ്ങൾ നോക്കിയിട്ടുള്ള വിലയിരുത്തലാണ് ഈ ഫീഡ്ബാക്ക്. അത് മേലേ തട്ടിൽ അറിയിക്കണം. ബിസിനസ്സിൻ്റെത് ദൈനംദിന റിപ്പോർട്ട് മുകളിലേക്ക് കിട്ടണം. കാരണം അനുദിനം ബിസിനസ്സിൻ്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് ബിസിനസ് മാറണം. അപ്പോൾ ദിവസമുള്ള റിപ്പോർട്ട് ഹയർ ലെവൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ കിട്ടണം. അതിന് ഫീഡ്ബാക്ക് കൊടുക്കുക. അതുപോലെ കറക്റ്റിംഗ് ആക്ഷൻസ്, ഇവർക്ക് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അധികാരമുണ്ട്, അതോറിറ്റി ഉണ്ട്. എന്താണ്? അവർക്ക് തൊഴിലാളികളുടെ മേലിൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻസ് അവർ എടുക്കണം. കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കാനുള്ള പ്രവർത്തനം. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും റോ മെറ്റീരിയൽ കുറച്ച് കൂടി പോവുക, അസംസ്കൃത വസ്തുക്കൾ ചേർക്കുന്ന കുറച്ച് കൂടി ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ
മാറ്റങ്ങൾ വരുത്തണം. അതിനുള്ള അധികാരം ലോവർ ലെവൽ മാനേജേഴ്സിനുണ്ട്. പിന്നെ പേഴ്സണൽ കോണ്ടാക്റ്റ് വിത്ത് എംപ്ലോയീസ്, തൊഴിലാളികളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ആർക്കേണ്ട ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. കാരണം അവരുടെ കീഴിലാണ്. തൊഴിലാളികൾക്ക് ഈ ഹയർ ലെവൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് അറിയ പോലും ഉണ്ടാവില്ല. ആരാണ് CEO അല്ലെങ്കിൽ ആരാണ് ജനറൽ മാനേജർ, ഇതൊന്നും തൊഴിലാളികൾക്ക് അറിയില്ല. ആകെ അവർക്കറിയാം അവരുടെ നേരെ മുകളിലുള്ള ഈ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്, സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഇവരൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇവരുമായിട്ട് തൊഴിലാളികളുമായിട്ട് വ്യക്തിബന്ധം ഉണ്ടാക്കണമാർ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. പിന്നീട് മിഡിൽ ലെവലും വർക്കേഴ്സും തമ്മിലുള്ള ആക്ട് ആസ് എ മിഡിൽ ലെവൽ, ലിങ്ക് ബിറ്റ്വീൻ മിഡിൽ ലെവൽ ആൻഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിലാളികളും ഇവരുടെ കീഴിൽ തൊഴിലാളികളാണ്. സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് കീഴിൽ തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികളും സൂപ്പർവൈസറി മാനേജ്മെൻറ്റിൻ്റെ മുകളിലുള്ളവരാരാ, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ തൊഴിലാളികളും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും തമ്മിലൊരു പിന്നെ ലിങ്ക്, അവർ തമ്മിലുള്ള ഒരു ലിങ്കാണ് ആര്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് നേരിട്ട് തൊഴിലാളികളോടൊന്നും പറയില്ല. അതുപോലെ തൊഴിലാളികൾക്ക് നേരിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അടുത്ത് പോയിട്ട് പറയാൻ കഴിയില്ല. തൊഴിലാളികൾക്ക് അവരുടെ നേരെ മുകളിലുള്ള സൂപ്പർവൈസറി മാനേജ്മെൻറ്റിനോട് പറയാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അത് നേരെ മുകളിലുള്ളവരെ അറിയിക്കും. ഈ ഹൈറാർക്കിയിലൂടെ തന്നെ, ഈ ശ്രേണിയിലൂടെ തന്നെ പോകാൻ കഴിയുള്ളൂ. താഴോട്ടും അങ്ങനെ തന്നെ വരിക, താഴേക്കുള്ള നിർദ്ദേശങ്ങളും അങ്ങനെ തന്നെ. ടോപ്പ് ലെവലിൽ നിന്ന് താഴേക്കുള്ള നിർദ്ദേശങ്ങൾ തൊഴിലാളികളിലേക്ക് എത്തുന്നത് ഈ മാനേജേഴ്സിൻ്റെ ഇടയിലൂടെയാണ്. മിഡിൽ ലെവൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്സിൻ്റെ ഇടയിലൂടെയാണ് എത്തുന്നത്. അതേപോലെ തന്നെ തൊഴിലാളികളിൽ നിന്ന് എന്തെങ്കിലും പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് എത്തുന്നത് എന്താണ്, ഈ ഹൈറാർക്കിയിലൂടെ തന്നെ, ഈ ലെവലിലൂടെ തന്നെ പോകണം. പിന്നീട് പ്രൊവൈഡിങ് ഓൺ ദി ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ഈ തൊഴിലാളികൾക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് ഹൈറാർക്കിയാണ്, ആ ശ്രേണിയാണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നുള്ള ഈ ശ്രേണിയാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അറേഞ്ച്മെൻറ്റ് ഓഫ് മാനേജേഴ്സ്, പിന്നീട് മാനേജീരിയൽ പൊസിഷൻസ്, അതാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. സാധാരണയായിട്ട് ചില പരീക്ഷകൾക്കൊക്കെ ഒന്നിടവിട്ട് ഉള്ള പബ്ലിക് എക്സാമിനൊക്കെ ഈ ഇവരുടെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ തന്നെയാണ് ഇത്. ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഓരോ ലെവലിൻ്റെയും ആ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ, പിരമിഡ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഒരു ഫംഗ്ഷൻ എന്താണ് എങ്ങനെ പറയാം, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് നടുവിലാണ്. അപ്പോൾ എങ്ങനെ പറയാം, എന്താണ്, ആക്ട്സ് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഉന്നതതല മാനേജ്മെൻറ്റിൻ്റെയും താഴെ തട്ടിലുള്ള മാനേജ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറിയായി, ഒരു കണക്റ്റിംഗ് ലിങ്കായി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ പിരമിഡിൻ്റെ ചിത്രം മനസ്സിലുണ്ടെങ്കിൽ ഫങ്ഷൻസൊക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് എഴുതാൻ കഴിയും ഓരോന്നും. ഓക്കെ.